വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് 2025, 2024, 2023 ഈ 3 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ 1 മാർക്ക് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് മിസ് എപ്പോഴും പറയുന്നത് നിങ്ങൾ PYQs മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സംശയവും ഇല്ല. ഓക്കെ, നമ്മളിങ്ങനെ ഒത്തിരി പഠിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾ PYQs അതിപ്പോ ഏത് എക്സാം ആവട്ടെ അതിനൊക്കെ PYQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ നോക്കാം. Yes, here is the first question. Decomposition would be fast if the detritus contains. Okay, അപ്പൊ എന്താണ് ഡീകമ്പോസിഷൻ കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഡെട്രിറ്റസിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെല്ലുലോസും ലിഗ്നിനും കൈറ്റിനും ഒക്കെ ഉണ്ട് എങ്കിൽ ഡീകമ്പോസിഷൻ മെല്ലെ നടക്കുള്ളൂ. ഏതാണ്? നമ്മുടെ നൈട്രോജനും അതുപോലെ വാട്ടർ സോലുബിൾ ഷുഗേഴ്സും പ്രസന്റ് ആണെങ്കിൽ ഡീകമ്പോസിഷൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ആണ്. Name the method in which the alien DNA is directly injected into the nucleus of an animal cell. ആനിമൽ സെല്ലിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മൈക്രോ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്? Observe the first pair and fill in the blanks. Population interaction in which one species benefits and the other is neither harmed nor benefited. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കമൻസാലിസം. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ where one species is harmed and the other is unaffected. എന്താണ്? ഒന്ന് ഹാംഡ് ആയിരിക്കും, പക്ഷെ മറ്റേതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് അതിനെ അഫക്ട് ചെയ്യുന്നുമില്ല, എന്നാൽ അതിന് പ്രത്യേകിച്ച് ഉപയോഗവും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു പോപ്പുലേഷൻ ഇന്ററാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമൻസാലിസം. യെസ്, if any protein coding gene is expressed in a heterologous host, the protein formed is called. ഓക്കെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? നമ്മൾ ഒരു പ്രോട്ടീൻ കോഡിങ് ജീന് ഒരു ഹെട്രോലോഗസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുമല്ലോ. ആ ഒരു പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ DNA എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? റീകോമ്പിനന്റ് DNA എന്ന് വിളിക്കും. അതുപോലെ പ്രോട്ടീനിലാണ് മാറ്റം വരുത്തിയെങ്കിൽ we will call it as recombinant protein. ഓക്കെ, യെസ്, ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. Okay, which among the following is a non-albuminous seed? Okay, non-albuminous seedൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സീഡ് ഏതാണ്? ഇവിടെ നമുക്കറിയാം വീറ്റ് അല്ല, മെയ്സ് അല്ല, ബാർലി അല്ല. ആരാണ്? നമ്മുടെ ഗ്രൗണ്ട് നട്ട് ആണ്. ഓക്കെ, ഇനി അടുത്ത വർഷം ചോദിച്ചിരിക്കുന്നതാണ് 2024 കേട്ടോ. നമുക്ക് നോക്കാം. Choose the correct answer and fill up the blanks. In grasses, the monocot embryo contains single cotyledon and that is called as. എന്താണ് ആ ഒരു സിംഗിൾ കോട്ടിലിഡന്റെ പേര്? സ്ക്യൂട്ടല്ലം ആണ്. ഇതെപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി precipitate DNA can be separated by. ഓക്കെ, അപ്പൊ ഈ ഒരു precipitate ചെയ്തിട്ടുള്ള DNA നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ടാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ precipitate ചെയ്ത് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ DNA സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പൂളിംഗ്. എന്താണ്? സ്പൂളിംഗ്. ഓക്കെ ആണല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA ടാഗ്ഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുക, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ട് ടാഗ് ചെയ്തിട്ടുള്ള ഒരു DNA അല്ല RNA നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബ്. എന്താണ്? നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബ്. ഓക്കെ ആണല്ലോ. യെസ്, sun is the only source of energy for all ecosystem on earth but one is exception. What is that? Okay, നമുക്കറിയാം പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഈ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ലൈറ്റ് ഇടുന്നത്? സണ്ണിൽ നിന്നാണ്. ആ സണ്ണിന്റെ ലൈറ്റിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാത്രം എന്താണ്? സൺ അല്ല ഡയറക്റ്റ് ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊരു എക്കോസിസ്റ്റത്തിലാണ്? യെസ്, ദാറ്റ് എക്കോസിസ്റ്റം ഇസ് ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ജസ്റ്റ് ഡീപ് സീ എന്ന് എഴുതിയാലും കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ ഓഷ്യന്റെ ഒക്കെ ഏറ്റവും അടിത്തട്ടിൽ എന്താണ്? ഈ സൂര്യരശ്മികൾ എത്തത്തില്ല. അപ്പൊ അവിടെ ഈ ഒരു പെർട്ടിക്കുലർ എനർജി അവര് എങ്ങനെയാണ്? മറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്നായിരിക്കും ഊർജ്ജം വലിച്ചെടുക്കുന്നത്. ഓക്കെ, എനർജി വലിച്ചെടുത്ത് അങ്ങനെയാണ് അവർ ഈ പറഞ്ഞ പ്രോസസ്സ് ഫുഡ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, യെസ്. അടുത്തതാണ് the residual persistent new cellulose is called as. എന്താണ്? യെസ്, that is perisperm. നമ്മുടെ സ്ക്യൂട്ടല്ലം പോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. ഈ പെർസിസ്റ്റന്റ് ന്യൂ സെല്ലുസിന്റെ പേരെന്താണെന്നുള്ളത്? that is perisperm. Fill in the blank. The process of breaking down of detritus into smaller particles is called as. സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുന്ന ആ ഒരു ഡീകമ്പോസിഷന്റെ പ്രോസസ്
ഡീകമ്പോസിഷനിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ്? ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. റൈറ്റ്. നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. ഓക്കെ മക്കളെ, ഇവിടെ നമ്മൾ നേരത്തെ സ്പൂളിംഗ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് ഹോൾ DNA ഫ്രാഗ്മെന്റ്സിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് നമുക്കറിയാം ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അതിൽ വരുന്നതാണ് നമ്മുടെ precipitate DNA. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്പൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യാ, fill in the blanks. Interaction between sea anemone and clownfish is an example for dash interaction. Okay, അപ്പൊ ഈ ഒരു sea anemone അതുപോലെ clownfish എന്ന് പറയുന്നത് ഒന്നിന് ബെനിഫിറ്റ് ഉണ്ട്, ഒന്നിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒന്നിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇന്ററാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് കമൻസാലിസം ആണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കൺഫ്യൂസിങ് ആയിരിക്കും. കുറച്ചും കൂടെ ഹയർ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമുക്കിത് കാണാം. മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ടും ഈ പറഞ്ഞ സീ അനിമോൺ അതുപോലെ ക്ലോൺ ഫിഷും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടത് എന്തിനാണ് കമൻസാലിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതുകൊണ്ട് നിങ്ങൾ കമൻസാലിസം എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, നെയിം ദ ക്രൈ ജീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോർഡർ ഇൻസെക്ട്. ഓക്കെ, കോൺ ബോർഡർ ഇൻസെക്റ്റിന് എതിരായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ക്രൈ ജീൻ എന്ന് പറയുന്നത് ഏതാണ്? Cry1AB ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2023 തൊട്ട് 2025 വരെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഈ 3 വർഷത്തെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഗ്യാപ്പ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്താണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 2022-ലും 1-ലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ടോപ്പിക്സും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം എഴുതുക. കഴിഞ്ഞ എക്സാംസ് ഒന്നും വലിയ രീതിയിലൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി വരുന്ന 2 എക്സാംസും നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നമുക്ക് എന്താണേലും ഉറച്ചു വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം പോയിട്ട് എഴുതുക. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ.